ഹലോ ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ട്രേഡിംഗ് ചലഞ്ചിൻ്റെ രണ്ടാമത്തെ ദിവസമാണിന്ന്. നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ട്രേഡ് എന്താണെന്ന് നോക്കാം. ഇതാണ് നമ്മൾ ഇന്നത്തെ സോൺസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ഫസ്റ്റ് കാണുന്നതാണ് നമ്മൾ ഇന്നത്തെ ഒരു എൻട്രി എന്ന് പറയുന്നത്. നമ്മുടെ ആ ഒരു റെഡ് സോണിൽ മാർക്കറ്റ് എത്തിയപ്പോൾ അതിൻ്റെ ഒരു സ്ട്രോങ് റെസിസ്റ്റൻസായി കൺസിഡർ ചെയ്ത് ഒരു പി എൻട്രിയാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് ഒരു ലോവർ ടൈം ഫ്രെയിം, അതായത് 1 മിനിറ്റിലുള്ള ഒരു എൻട്രിയാണ്. ഞാനിപ്പോൾ മെഷർ ചെയ്യുന്ന പോലെ ഏകദേശം 120-130 പോയിൻ്റിനടുത്ത് നമുക്ക് ഇതൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. 1:5 നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ മനസ്സിലാവും നമ്മളെടുത്ത ഒരു ട്രേഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 1:2.5 നമുക്ക് പ്രോഫിറ്റ് ഉണ്ട്. ഏകദേശം 800 രൂപയ്ക്ക് പ്രോഫിറ്റാണ്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് 3000 ബിലോ. ഞങ്ങൾ ഇന്നിപ്പോൾ നമ്മൾ ഈ കാണുന്നത് നാളത്തേക്കുള്ള ലെവൽസാണ് നോക്കുന്നത്. നാളത്തേക്കുള്ള സോൺസ് നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ പോയിൻറ്റ്സ് നിങ്ങൾക്കിപ്പോൾ ഷോ ചെയ്യുന്നതാണ്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളുടെ 4 സോൺസിൻ്റെ ലെവലാണ് ഞാൻ പറയുന്നത്. ഫസ്റ്റ് നമ്മുടെ റെഡ് സോണിനെ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ റെക്റ്റാങ്കിൾ ടൂൾസ് ഉപയോഗിച്ചിട്ട് 52,340-നെയും 52,280-നെയും ചേർത്ത് നമുക്കൊരു സോൺ വരയ്ക്കാൻ പറ്റും. നെക്സ്റ്റ് വൈറ്റ് സോൺ എന്ന് പറയുന്നത് 52,164, 52,131. നെക്സ്റ്റ് വൈറ്റ് സോൺ 51,999-ഉം 51,967-ഉമാണ്. ഏറ്റവും ബോട്ടമുള്ള ഗ്രീൻ സോൺ എന്ന് പറയുന്നത് 51,849-നെയും 51,784 തമ്മിൽ ഡ്രോ ചെയ്യുന്നതാണ്. നമുക്ക് നിഫ്റ്റിയിലെ പോയിൻറ്റ്സ് നോക്കാം. റെഡ് സോൺ വരുന്നത് 25,496-നെയും 25,473-നെയും ചേർത്ത് ഡ്രോ ചെയ്യുന്നതാണ്. വൈറ്റ് സോൺ ഫസ്റ്റ് 25,428, 25,416. നെക്സ്റ്റ് വൈറ്റ് സോൺ 25,365, 25,353. ലാസ്റ്റ് ഗ്രീൻ സോൺ വരുന്നത് 25,308-നെയും 25,285-നെയും ചേർത്ത് നമ്മൾ ഡ്രോ ചെയ്യുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ഈ 2 ലെവൽസിനെ ചേർത്ത് റെക്റ്റാങ്കിൾ ടൂൾ ഉപയോഗിച്ച് ഓരോ സോൺസ് വരയ്ക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഓരോ സോണിനെയും സപ്പോർട്ടായിട്ടും റെസിസ്റ്റൻസ് ആയിട്ടും എടുത്ത്, സപ്പോർട്ടാണെങ്കിൽ സി എൻട്രി, റെസിസ്റ്റൻസ് ആണെങ്കിൽ പി എൻട്രി നാളത്തേക്ക് കൺസിഡർ ചെയ്യാം.